എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HST മാത്തമാറ്റിക്സിന്റെ 4ാമത്തെ മൊഡ്യൂളിന്റെ 1ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 2 ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4ാമത്തെ മൊഡ്യൂളിനെ ഒന്ന് റിയൽ അനാലിസിസ്, രണ്ട് കോംപ്ലക്സ് അനാലിസിസ്. അപ്പൊ അതിനകത്ത് ഈ കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ള കോംപ്ലക്സ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് സിലബസിൽ ആദ്യം റിയൽ ആണ് കിടക്കുന്നത്, പക്ഷെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് ഡിസ്കസ് ചെയ്യാം. കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം ആദ്യം അങ്ങ് ഒതുക്കി വെക്കാം, പിന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള സാധനം പഠിക്കാം. റിയൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ സാധനമാണ് കേട്ടോ. അത് ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് മൈ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ. അത് കുറച്ച് എന്താണ് മനസ്സിലാക്കി പഠിക്കേണ്ട ഏരിയാസ് ആണ്. ആദ്യം കോംപ്ലക്സ് എടുക്കാനുള്ള കാരണം, കോംപ്ലക്സ് നിങ്ങൾക്ക് ചെറുതായിട്ട് ടച്ചിലൊക്കെ നിൽക്കുന്ന ടോപ്പിക്കാണ്. കാരണം നിങ്ങൾ കോളേജിലും +1 +2 കൂടുതൽ പല പല ചാപ്റ്റേഴ്സിലായിട്ട് ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പഠിച്ചൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ റിയൽ അനാലിസിസ് നമ്മൾ മലയാളത്തിലാക്കി പഠിക്കുന്നതിന്റെ ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്. നമ്മൾ മുഴുവൻ മൊഡ്യൂൾ പരിശോധിച്ചാൽ മലയാളത്തിലാക്കുന്നതിന്റെ കുറച്ച് പ്രയാസമുള്ളത് റിയൽ അനാലിസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ് കോംപ്ലക്സ് നമ്പർ, അതിന്റെ വന്ന വഴികളിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മലയാളം വാക്ക് സമ്മിശ്ര സംഖ്യകൾ എന്നാണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് അഥവാ സമ്മിശ്ര സംഖ്യകൾ നോക്കാം. നമുക്ക് ഒരു ദ്വിമാന സമവാക്യങ്ങൾ അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ, ലഘൂകരിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടും. ആ 2 ഉത്തരങ്ങൾ തീരുമാനിക്കുന്നത് ഡിസ്ക്രിമിനന്റ് ആണ്. ഡിസ്ക്രിമിനന്റ് <0 ആണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ നോ റൂട്ട്സ് എന്നാണ് പഠിച്ചത്. പക്ഷെ 10ാം ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഉത്തരവാദമാണ്. അതാണ് സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ്. ഒരു ദ്വിമാന സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യാം. x² + 3 = 0. അവിടെ നിന്ന് എന്ത് എഴുതാം, x² = -3, x = ഓക്കെ, √-3നെ നമുക്ക് എങ്ങനെ എഴുതാം, √(-1 × 3) എന്ന് എഴുതാം. ഓക്കെ, √a × √b അതായത് √(ab) നമുക്ക് എങ്ങനെ എഴുതാന്ന് പഠിച്ചിട്ടുണ്ട്. √(ab) നമുക്ക് √a × √b എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ √-1 × √3 എന്ന് എഴുതാം. √-1 എന്ന് പറഞ്ഞാൽ i ആണ്. ഓക്കെ, × √3 അവിടെ ഇൻട്രൊഡ്യൂസ് ആവുകയാണ് നമ്മുടെ മെയിൻ സാധനം. ആരാണ്? i അഥവാ അയോൺ. ശ്രദ്ധിച്ചിരിക്കണേ, ഇങ്ങനെയാണ് i ഉണ്ടായത്. അതായത് √-3 വന്നപ്പോ ഈ സ്റ്റെപ്പില് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടുന്ന് എഴുതി നോ സൊല്യൂഷൻ എന്ന് എഴുതി വെക്കാറാണ് പതിവ്. പിന്നെ ചിന്തിച്ചു, ഇവിടുന്ന് ഒന്ന് മുന്നോട്ട് പോകണമല്ലോ, ഇവിടെ നിന്ന് സ്റ്റെക്കായി നിന്നാ പറ്റില്ലല്ലോ. എന്തായാലും റിയൽ നമ്പർ സിസ്റ്റത്തിൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഡെസിമൽ നമ്പേഴ്സും എല്ലാം അടങ്ങുന്ന റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഇവനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇവന് റിയൽ നമ്പറിൽ വേണ്ട, ഇവനായിട്ട് തന്നെ ഒരു തനി ഉലകം ഇവനായിട്ട് തന്നെ അങ്ങ് പണിഞ്ഞേക്കാം. അതാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. എനിക്കെന്ന് ഒരു ഉലകം, നാനേ സെഞ്ച്, അങ്ങനെയൊക്കെ നിങ്ങൾ തമിഴ് സിനിമകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനായിട്ട് ഒരു ലോകം, ദ വേൾഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പറിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ നമ്പർ സിസ്റ്റം. അതിന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു പ്രത്യേകത, എല്ലാ റിയൽ നമ്പറിനെയും നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, കോംപ്ലക്സ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ 3 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് 3 + 0i എന്ന് എഴുതിയാൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയി. പക്ഷെ 3 റിയൽ നമ്പർ ആണ്. റിയൽ നമ്പറിന് ഇപ്പം അല്ലാണ്ട് തന്നെ 3 + 2i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് താനും. ഓക്കെ, അപ്പൊ റിയൽ നമ്പർ കിട്ടിയാൽ അതിനെ കോംപ്ലക്സ് ആക്കാം. റിയൽ അല്ലാത്ത കോംപ്ലക്സ് നമ്പറുകളും ഉണ്ട്. ഓക്കെ, റിയൽ നമ്പറിനെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ടും എന്താണ് ഇഷ്ടംപോലെ കോംപ്ലക്സ് നമ്പറുകളുണ്ട്. അപ്പം കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിനേക്കാൾ വലിയവനാണ്. എന്തുകൊണ്ടും റിയൽ നമ്പറിനേക്കാൾ വല്ലാതെ കണ്ട് വളർന്നു പോയൊരു സാധനമാണ്. ആപ്ലിക്കേഷൻ ലെവലിലായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആപ്ലിക്കേഷൻസ് ഉള്ള, ഈവൻ നമ്മൾ റിയൽ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ലൈൻ ഇന്റഗ്രലും ഡബിൾ ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ കോംപ്ലക്സ് ഇന്റഗ്രേഷനും വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സാധനമായിട്ട് പിന്നീട് മാറി.
അതിന് വളരെ പ്രാധാന്യാർഹമായ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത കോഷിയും റെയ്മാനും ഒക്കെ കോഷി റെയ്മാൻ ഇന്റഗ്രൽസ്, കോഷിസ് റെസിഡ്യൂ തിയറം, കോഷിസ് ഇന്റഗ്രൽ ഫോർമുല, CIF, റെസിഡ്യൂ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് വളർന്നത്. പിന്നെ ഇവൻ ഈ സീരീസ് എക്സ്പാൻഷൻസിൽ പോലും അതിന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായിരുന്നു. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ ഒരു തുടക്കമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിന്റെ ബേസിക് ലെവൽ തൊട്ട് പഠിച്ചു തരണം. കുറെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. √-1 എന്ന് പറയുന്ന ഐ. അപ്പൊ ഇവിടെ ആദ്യമേ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഐ എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്തിരിക്കണം. ഐ ഇസ് ഈക്വൽ ടു √-1. ഐ എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ പേര് അയോട്ട എന്നാണ്. അത് ചുരുക്കി ഐ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ I² ഈക്വൽ ടു -1. ഇതും കൂടെ അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. പവേഴ്സ് ഓഫ് ഐ നമ്മൾ പറയുന്നുണ്ട്. നോക്കാം ഇനി ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ നമുക്ക് പൊതുവായി റെപ്രസെന്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിയോളൂ, കോംപ്ലക്സ് നമ്പേഴ്സ് അഥവാ സമ്മിശ്ര സംഖ്യകൾ. കോംപ്ലക്സ് നമ്പേഴ്സ് അഥവാ സമ്മിശ്ര സംഖ്യകൾ A+IB രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയാം. സോ ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? Z is equal to A+IB. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? Z is equal to A+IB എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം. അവിടെ എയും ബിയും രേഖീയ സംഖ്യകളും ഐ എന്ന് പറയുന്നത് എന്താണ്? √-1 ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, എയും ബിയും റിയൽ ആണ്, എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ രണ്ട് പാർട്ടുകളിൽ ഒരു പാർട്ട് റിയൽ പാർട്ടും മറ്റേ പാർട്ട് ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ, അതായത് എനെ രേഖീയ ഭാഗമെന്നും ബിയെ സാങ്കല്പിക ഭാഗം ഇമാജിനറി പാർട്ട് എന്നാണ് വിളിക്കുന്നത്. എ ആൻഡ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണേ, എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. രണ്ടും രേഖീയ സംഖ്യകൾ തന്നെയാണ്, റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അതിനകത്ത് എ എന്ന റിയൽ നമ്പറിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും ബി എന്ന റിയൽ നമ്പറിനെ നമ്മൾ വിളിക്കുന്നത് ഇമാജിനറി പാർട്ട് എന്നുമാണ്. ഇമാജിനറി പാർട്ട്. കാരണം ബിയുടെ കൂടെയാണ് ആര് നിൽക്കുന്നത്? ഐ നിൽക്കുന്നത്. ബിയുടെ കൂടെയാണ് ഐ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇമാജിനറി പാർട്ട്, സാങ്കല്പിക ഭാഗം എന്ന് മലയാളത്തിൽ പറയും. രേഖീയ ഭാഗം അഥവാ റിയൽ പാർട്ട് എനെ നമ്മൾ വിളിക്കും. ഓക്കെ, റിയൽ പാർട്ട് നമ്മൾ ചുരുക്കി RE ഓഫ് Z എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കോംപ്ലക്സ് നമ്പറിനെ പൊതുവെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന Z എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇമാജിനറി പാർട്ടിനെ IM ഓഫ് Z എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നൊട്ടേഷൻസും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം? Z is equal to A+IB ആണ് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ്. എയും ബിയും റിയൽ നമ്പേഴ്സ് തന്നെയാണ്, രേഖീയ സംഖ്യകൾ തന്നെയാണ്. എ എന്നത് പറയുന്നത് റിയൽ പാർട്ട് അഥവാ എന്താണ്? രേഖീയ ഭാഗം എന്ന് പറയും. ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ് അഥവാ എന്താണ്? സാങ്കല്പിക ഭാഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി ഐയുടെ കൃത്യംഗം, പവേഴ്സ് ഓഫ് ഐയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കും. ഐ എന്ന് പറയുന്നത് √-1 ആണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും I² എടുത്താൽ എന്ത് കിട്ടും? -1 കിട്ടും. I³ എന്ന് പറഞ്ഞാൽ എന്താണ്? I² ഇൻറ്റു ഐ ആണ്. I² -1 ആണ് ഇൻറ്റു ഐ. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -i. I⁴ എന്ന് പറഞ്ഞാൽ I² ഇൻറ്റു I². I² -1 ഇൻറ്റു -1. ആൻസർ എന്തായി? -1 ഇൻറ്റു -1, ആൻസർ ഇസ് +1. I⁻10 വരെ ഒന്ന് എഴുതി വെക്കാം. I⁵ എന്ന് പറഞ്ഞാൽ I⁴ ഇൻറ്റു ഐ, 1 ഇൻറ്റു ഐ, ആൻസർ ഐ കിട്ടും. I⁻6 എന്ന് പറഞ്ഞാൽ I⁴ ഇൻറ്റു I². I⁴ 1 ആണ് ഇൻറ്റു I². I² -1 ആണ്. സോ I⁻7 എന്ന് പറഞ്ഞാൽ I⁻6 ഇൻറ്റു ഐ, -1 ഇൻറ്റു ഐ, ആൻസർ -i കിട്ടും. I⁻8 എന്ന് പറഞ്ഞാൽ I⁻4ന്റെ സ്ക്വയർ ആണ്. I⁻4 1 ആണ്, 1ന്റെ സ്ക്വയർ 1 തന്നെ കിട്ടും. I⁻9 എന്ന് പറഞ്ഞാൽ I⁻8 ഇൻറ്റു ഐ ആണ്, 1 ഇൻറ്റു ഐ എന്ന് വരും, ആൻസർ ഐ കിട്ടും. I⁻10 എന്ന് പറഞ്ഞാൽ I⁻8 ഇൻറ്റു I² ആണ്. I⁻8 1 ആണ്, I² -1 ആണ്, ആൻസർ -1 കിട്ടും. ഓക്കെ,
സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഡിറൈവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാം. ഐ ഇപ്പൊ എന്താണ്, ഐ തുടങ്ങി I⁻10 വരെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒബ്സർവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഐയുടെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 4 വന്നപ്പോൾ നോക്കണേ, I⁻4 വന്നപ്പം എനിക്ക് ആൻസർ എന്ത് കിട്ടി? I⁻4 വന്നപ്പോൾ ആൻസർ 1 കിട്ടി. I⁻8 വന്നപ്പോഴും ആൻസർ 1 കിട്ടി. അപ്പൊ ഒരു കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്താണ്? ഐയുടെ പവറിൽ ഒരു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ, 4ന്റെ ഗുണിതം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. I⁻4n is equal to 1. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സാധനമാണ്. I⁻4n മൾട്ടിപ്പിൾ ഓഫ് 4 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 1 ആണ്. ക്ലിയർ ആണോ? I⁻4n, n belongs to നാച്ചുറൽ നമ്പേഴ്സ്. ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും എന്നിന്റെ പ്ലേസിൽ കൊടുക്കാം, എനിക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഈ I⁻1 തൊട്ട് I⁻4 വരെ, അതായത് I+I² പ്ലസ് I³ പ്ലസ് I⁻4 ഇത്രയും പേരെയും കൂട്ടിയാൽ എന്ത് കിട്ടും? I+I² എന്ന് പറഞ്ഞാൽ -1, I³ മൈനസ് I⁻4 പ്ലസ് 1 അല്ലെ? പ്ലസ് I മൈനസ് I ക്യാൻസൽ, -1 പ്ലസ് 1 ക്യാൻസൽ, ആൻസർ എന്താണ്? 0. അതായത് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് 4 പേരിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? I⁻, ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ഇപ്പൊ ജനറലി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ ഓർത്ത് വെക്കുക. ഇതിപ്പോ I⁻4 4ൽ നിന്ന് 1 കുറച്ചു, 4ൽ നിന്ന് 2 കുറച്ചു, 4ൽ നിന്ന് 3 കുറച്ചു, അതാണ് 1. ശരിയല്ലേ? അതായത് 4ൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലോ 4ൽ നിന്ന് കൂടി വരുന്ന രീതിയിലോ, ഇപ്പൊ എന്തായാലും ഒരു മൾട്ടിപ്പിൾ ഓഫ് 4ൽ തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നോക്കണേ, I⁻4n പ്ലസ് I⁻4n പ്ലസ് 1 പ്ലസ് I⁻4n പ്ലസ് 2 പ്ലസ് I⁻4n പ്ലസ് 3. ഇതിന്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. ഈ ഐഡിയ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഐഡിയ ആണ്. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, 4i into I/8. 4i into I/8 a+ib രൂപത്തിലാക്കാനാണ്. 4ഉം 8ഉം കട്ട് ചെയ്താൽ 2 വരും. I²/2, I² എന്ന് പറഞ്ഞാൽ -1/2 പ്ലസ് 0i എന്ന് എഴുതാം. ഓക്കെ, സോ ഓപ്ഷൻ എ -1/2 പ്ലസ് 0i എന്നുള്ളതാണ് അതിന്റെ a+ib രൂപം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. -i into 2i into മൈനസിന്റെ ക്യൂബ് മൈനസ് വരും, 1ന്റെ ക്യൂബ് 1 ബൈ 8ന്റെ ക്യൂബ് 512 ഇൻറ്റു ഐയുടെ ക്യൂബ്. ഓക്കെ ആണേ? സോ ഇനി എന്ത് ചെയ്യാം, ഒരു മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി 2ഉം 512 വെട്ടിക്കഴിഞ്ഞാൽ 256 വരും. സോ ഇനി ന്യൂമറേറ്ററിൽ എന്തുണ്ട്? I⁻5 ഡിവൈഡഡ് ബൈ 256. ഓക്കെ, I⁻5 നമ്മൾ ഓൾറെഡി പറഞ്ഞു. I⁻5നെ നമുക്ക് I⁻4 into I എന്ന് എഴുതാം, 1 into I എന്ന് എഴുതാം. ആൻസർ I ആണ്. സോ I ഡിവൈഡഡ് ബൈ 256 എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് I ഡിവൈഡഡ് ബൈ 256. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരും. 0 പ്ലസ് I ഡിവൈഡഡ് ബൈ 256. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. I പ്ലസ് I² പ്ലസ് I³ പ്ലസ് I⁻4. ആൻസർ എന്താണെന്ന് പഠിച്ചു നമ്മൾ? 0 ആണെന്ന് പഠിച്ചു. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. I പ്ലസ് I² മൈനസ് 1, I³ മൈനസ് I⁻4 1, പ്ലസ് I മൈനസ് I, -1 പ്ലസ് 1 ക്യാൻസൽ, ആൻസർ എന്ത് വരും? 0 വരും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കണേ, സമ്മിശ്ര സംഖ്യകളുടെ ബീജഗണിതം.
സമ്മിശ്ര സംഖ്യകളുടെ ബീജഗണിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം തന്നെ പഠിക്കാനുള്ളത് സമ്മിശ്ര സംഖ്യകളുടെ സങ്കലനമാണ്. രണ്ട് സമ്മിശ്ര സംഖ്യകൾ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബി ആണ് എന്ന് വിചാരിക്കും. Z2 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ C പ്ലസ് ഐ ഡി ആണ് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. Z1 പ്ലസ് Z2 എടുത്താൽ എന്താണ് വരിക, a പ്ലസ് ഐ ബി പ്ലസ് C പ്ലസ് ഐ ഡി, അതായത് a പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് വരും. പ്രത്യേകിച്ച് ഒന്നുമില്ല, റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയാലോ നമുക്ക്. Z1 is equal to 2 plus 3i, Z2 equal to 4 plus 2i, Z1 plus Z2 is equal to ആഡ് ചെയ്താൽ എന്താണ് 2 plus 3i plus 4 plus 2i, ആൻസർ എന്ത് വരും 6 plus 5i. ഇത്രേ ഉള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക, റിയൽ പാർട്ട് കൂട്ടുക, 4 2 6, ഇമാജിനറി പാർട്ട് കൂട്ടുക, 3iയും 2iയും കൂട്ടിയാൽ എന്താണ് വരിക, 5i ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, സങ്കലനത്തിന്റെ ചില സ്വാഭാവിക സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സം പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. അഡിഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് സമൃദ്ധി നിയമം. രണ്ടാമത്തെ നിയമമാണ് ക്രമനിയമം. മൂന്നാമത്തെ നിയമമാണ് സംയോജന നിയമം. നാലാമത്തെ നിയമമാണ് അനന്യദത്തിന്റെ അസ്തിത്വം. അടുത്തതാണ് വിപരീതത്തിന്റെ അസ്തിത്വം. ഓക്കെ, മലയാളത്തിൽ ഇത് പറഞ്ഞ് എടുക്കുക എന്നുള്ളത് പ്രയാസമാണ് കേട്ടോ. വിപരീതത്തിന്റെ അസ്തിത്വം. വിപരീതത്തിന്റെ അസ്തിത്വം. യെസ്, എന്താണ് സംഭവം? വിപരീതത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇതെല്ലാത്തിന്റെയും പേര് എനിക്ക് കറക്റ്റ് ഇംഗ്ലീഷിലോട്ട് കിട്ടുന്നില്ല കേട്ടോ. കിട്ടുന്നതല്ല ഞാനിപ്പോ പറയാമേ, എന്തായാലും മിസ്സിംഗ് ആവണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ബാക്കി പറഞ്ഞോളാം. വിപരീതത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഒരു ഇസഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ ഇസഡിന്റെ നെഗറ്റീവ് മൈനസ് ഇസഡും എവിടെ ഉണ്ടാവും, കോംപ്ലക്സ് നമ്പറിൽ തന്നെ ഉണ്ടാവും. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഇസഡ് എന്ന് പറഞ്ഞാൽ 2 plus 3i എന്നൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, മറ്റൊരു Z1 Z2 എന്ന് പറഞ്ഞാൽ -2 -3i എന്നൊരു കോംപ്ലക്സ് നമ്പർ എനിക്ക് എടുക്കാം. Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും, 2 plus 3i -2 -3i. അതിന്റെ ആൻസർ എന്ത് കിട്ടും, നമുക്ക് 0 കിട്ടും. ഓക്കെ, ആൻസർ 0 കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇസഡ് എന്നൊരു കോംപ്ലക്സ് നമ്പർ എടുത്താൽ മൈനസ് ഇസഡും ഉണ്ടാവും, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, വിപരീതത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി അനന്യദത്തിന്റെ അസ്തിത്വം. ഓക്കെ, അനന്യദത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്തുണ്ടാവും, അഡിറ്റീവ് ഇൻവേഴ്സ് ഉള്ള പോലെ തന്നെ എന്തുണ്ടാവും, അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവും. അതായത് ഇസഡ് എന്നൊരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് തന്നെ കിട്ടും. 0 എന്ന് പറഞ്ഞാൽ 0 plus 0i ആണ് കേട്ടോ. ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ 0 plus 0i ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് തന്നെ കിട്ടും. അപ്പൊ എന്താണ്, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്നതാണ് അനന്യദത്തിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, അതൊന്ന് മലയാളത്തിൽ ഉള്ളത് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ, പിന്നെ മനസ്സിലാക്കാനായിട്ട് പ്രയാസപ്പെടേണ്ട. അഡിറ്റീവ് ഐഡന്റിറ്റി. സംയോജന നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, സംയോജന നിയമം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് സംയോജന നിയമം എന്തായിരുന്നു, സംയോജന നിയമം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി.
Z1 പ്ലസ് Z2 ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു, പ്ലസ് Z3 എന്ന് പറയുന്നത് Z1 പ്ലസ് Z2 പ്ലസ് Z3 ഇപ്പുറത്തേക്ക് മാറ്റി ബ്രാക്കറ്റ് ഇട്ടാലും ഇത് രണ്ടും സെയിം ആയിരിക്കും. ഈ നിയമത്തിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സംയോജന നിയമം എന്നുള്ള പേരിട്ട് വിളിക്കും. ഓക്കെ, ക്രമനിയമം എന്ന് പറഞ്ഞാൽ ക്രമനിയമം, ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ പേരും കൂടെ എഴുതി വെക്കണം. അസോസിയേറ്റീവ് എന്നാണ് ഇതിന്റെ പേര്. ക്രമനിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. ക്രമനിയമം എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് തന്നെയാണ് Z2 പ്ലസ് Z1. അങ്ങോട്ട് ആഡ് ചെയ്താലും ഇങ്ങോട്ട് ആഡ് ചെയ്താലും ഒന്ന് തന്നെയാണ്. സമൃദ്ധി നിയമം എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധി നിയമം എന്ന് പറഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി. സമൃദ്ധി നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്ത് കൂട്ടി കിട്ടുന്ന ഉത്തരവും കോംപ്ലക്സ് നമ്പറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, ക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോഷർ പ്രോപ്പർട്ടി ആയിരിക്കണം. Z1 പ്ലസ് Z2 ബിലോങ്സ് ടു സി. സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. സി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ എന്ന് പറയുന്ന പോലെ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. Z1 പ്ലസ് Z2 സിയിൽ ഉണ്ടാവും. എപ്പോ? Z1, Z2 ബിലോങ്സ് ടു സി ആണെങ്കിൽ. Z1 Z2 സിയിൽ ഉണ്ടെങ്കിൽ Z1 പ്ലസ് Z2 സിയിൽ ഉണ്ടാവണം. ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ സമൃദ്ധി നിയമം അഥവാ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെയാണ് എന്തിന്റെ സവിശേഷതകള്? സങ്കലനത്തിന്റെ സവിശേഷതകൾ. വ്യവകലനം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവകലനത്തിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. രണ്ട് സമ്മിശ്ര സംഖ്യകളുടെ വ്യവകലനം. രണ്ട് സമ്മിശ്ര സംഖ്യകൾ എങ്ങനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, സമ്മിശ്ര സംഖ്യകളുടെ വ്യവകലനം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Z1 മൈനസ് Z2 സിമ്പിൾ ആണ്. Z1 എന്ന് പറഞ്ഞാൽ A പ്ലസ് IB, Z2 എന്ന് പറഞ്ഞാൽ C പ്ലസ് ID. Z1 മൈനസ് Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? A പ്ലസ് IB മൈനസ് C പ്ലസ് ID. A പ്ലസ് IB മൈനസ് C മൈനസ് ID. A മൈനസ് C പ്ലസ് I ഇൻറ്റു B മൈനസ് D. അതായത് റിയൽ പാർട്ട് കുറയ്ക്കുക പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് കുറയ്ക്കുക, അത്രയുള്ള പരിപാടി. Z1 is equal to 3 plus 2i. Z2 is equal to 2 plus I. Z1 മൈനസ് Z2. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 പ്ലസ് 2iൽ നിന്നും I കുറച്ചാൽ I. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ട് സമ്മിശ്ര സംഖ്യകൾ തമ്മിൽ എങ്ങനെ ഗുണിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് സമ്മിശ്ര സംഖ്യകളുടെ ഗുണനം Z1 ഇൻറ്റു Z2. അത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ബ്രാക്കറ്റ് ഓപ്പണിംഗ് പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. Z1 ഇൻറ്റു Z2 എന്ന് പറഞ്ഞാൽ A പ്ലസ് IB ഇൻറ്റു C പ്ലസ് ID. സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. AC പ്ലസ് AID പ്ലസ് VIC പ്ലസ് I സ്ക്വയർ BD. സോ AC പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. I സ്ക്വയർ മൈനസ് 1 ആണ്, മൈനസ് BD എന്ന് വരും. സോ വേണമെന്നുണ്ടെങ്കിൽ AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും എക്സാമിന് നമ്മൾ ഇങ്ങനൊന്നും നോക്കൂല. നമ്മളിന്ന് നേരെ അങ്ങോട്ട് ഗുണിക്കുക, അത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഓൾജിബ്രായിക്കലി പഠിച്ചു വെക്കണം, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. Z1 എന്ന് പറയുന്നത് 2 പ്ലസ് 3i. Z2 എന്ന് പറയുന്നത് 2 പ്ലസ് 4i. Z1 ഇൻറ്റു Z2 എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് ഗുണിക്കുക. 2 പ്ലസ് 3i ഇൻറ്റു 2 പ്ലസ് 4i ഇസ് ഈക്വൽ ടു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. 2 ഇൻറ്റു 2 4 പ്ലസ് 2 ഇൻറ്റു 4i 8i പ്ലസ് 3i ഇൻറ്റു 2 6i പ്ലസ് 3 ഇൻറ്റു 4 12i സ്ക്വയർ. ഓക്കെ, സോ 4 8iയും 6iയും കൂടെ കൂട്ടിയാൽ 14i. I സ്ക്വയർ മൈനസ് 1 ആണ്, അപ്പൊ മൈനസ് 12 വരും. ഓക്കെ ആണല്ലോ.
ശരിയല്ലേ? സോ 4 -12 കുറച്ചാൽ -8 പ്ലസ് 14i. ആൻസർ എന്താണ് വരിക? -8 പ്ലസ് 14i ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണോ മക്കളെ? -8 പ്ലസ് 14i ആണ് നമുക്ക് ആൻസർ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാം. ഓക്കെ ആണേ? ഇനി അടുത്ത, അപ്പൊ നമ്മൾ അഡിഷൻ എങ്ങനെ കൂട്ടാന്ന് പഠിച്ചു, എങ്ങനെ കുറയ്ക്കാം എന്ന് പഠിച്ചു, എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് പഠിച്ചിട്ടില്ല, ഡിവിഷൻ അടുത്ത് വരുന്നേ ഉള്ളൂ. എങ്ങനെ കൂട്ടാമെന്ന് പഠിച്ചു, കുറയ്ക്കാന്ന് പഠിച്ചു, ഗുണിക്കാന്ന് പഠിച്ചു. ഹരണം പഠിക്കുന്നതിന് മുമ്പായിട്ട് പഠിക്കേണ്ട 1-2 കൺസെപ്റ്റുകളുണ്ട്. കോൺജുഗേറ്റ് വെച്ചിട്ടാണ് ഡിവിഷൻ വരിക കേട്ടോ. അപ്പൊ ഡിവിഷനകത്ത് കോൺജുഗേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഡിവിഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? കോൺജുഗേറ്റ് പഠിക്കാം. ഓക്കെ. Z is equal to x plus iy എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അഥവാ ഒരു സമ്മിശ്ര സംഖ്യ, അതിന്റെ കോൺജുഗേറ്റ് z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? x മൈനസ് iy ആണ്. i ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. എക്സാമ്പിൾസ് നോക്കാം. z is equal to 2 plus 3i. z ബാർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 minus 3i. ഓക്കെ ആണോ? z equal to -3i plus 2. z ബാർ എടുത്താൽ എന്ത് വരും? i ഉള്ള ടേമിന്റെ സൈൻ മാറ്റാം. -3i -2 എന്ന് ചാടി എഴുതരുത്. -3i എന്നുള്ളത് 3i ആവും. +2 അതേപോലെ തന്നെ. പിടികിട്ടിയോ? സോ i ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക. അതിനെയാണ് നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് സമ്മിശ്ര സംഖ്യകളുടെ കേവല വില. കേവല വില എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ്. സമ്മിശ്ര സംഖ്യകളുടെ കേവല വില എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ്. ശ്രദ്ധിച്ചിരിക്കുക. Z is equal to a plus ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ആ കോംപ്ലക്സ് നമ്പറിന്റെ കേവല വില അഥവാ മോഡുലസ്, മോഡ് Z എന്ന് പറഞ്ഞാൽ √a² plus b². Z is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? √a² plus b². ഓക്കെ, എക്സാമ്പിൾസ് നോക്കാലോ. Z equal to 2 plus 3i. മോഡ് Z എന്ന് പറഞ്ഞാൽ √2² plus 3². 4 plus 9 √13. ശരിയാണേ? ഐഡിയ കിട്ടുന്നുണ്ടോ? Z is equal to 4 plus 3i. മോഡ് Z is equal to √4² plus 3². √16 plus 9 √25. 5 വരും ആൻസർ. സംഭവം പിടികിട്ടിയോ? സോ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് കണ്ടുപിടിക്കുക? മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസിന്റെ കോൺജുഗേറ്റും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും എക്സാമിന് വന്നിട്ടുണ്ട്. Z into Z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് Z² ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെയും അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസിന്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അതെങ്ങനെയാണ് വരിക? Z into Z ബാർ എന്ന് പറഞ്ഞാൽ a plus ib into a minus ib. a plus ib into a minus ib എന്ന് പറഞ്ഞാൽ a² മൈനസ് ib യുടെ സ്ക്വയർ. അല്ലെ, a plus b into a minus b, a² മൈനസ് b² ആണ്. b യുടെ പ്ലേസിൽ ഇവിടെ ib ആണ്. സോ a² മൈനസ് i² b². a² മൈനസ് i² മൈനസ് 1 b². സോ a² പ്ലസ് b². ഓക്കെ, സോ ഇതൊന്ന് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെച്ചാൽ ബെറ്റർ. a plus ib into a minus ib, a² plus b². ഇത് ഓർത്ത് വെക്കാം കേട്ടോ. a plus ib into a plus b into a minus b ആണെങ്കിൽ a² മൈനസ് b² എന്ന് ഓർത്ത് വെക്കുക. a plus ib into a minus ib ആണെങ്കിൽ അത് a² plus b² എന്ന് ഓർത്ത് വെക്കുക. കണക്ട് ചെയ്ത് പഠിച്ച എളുപ്പമുണ്ടാവും. റിയൽ നമ്പറിന്റെ കേസിൽ a plus b into a minus b എന്ന് പറഞ്ഞാൽ a² മൈനസ് b². കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിൽ a plus ib into a minus ib എന്ന് പറഞ്ഞാൽ അത് a² plus b² ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്?
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് പഠിച്ചു. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എന്ത് വരും? മോഡ് ഇസഡിന്റെ സ്ക്വയർ ആണ് എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കാം? മോഡ് ഇസഡിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ചെയ്തപ്പോ മോഡ് ഇസഡിന്റെ സ്ക്വയർ കിട്ടി. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തത്, മോഡ് ഇസഡ് എന്ന് പറയുന്നതും ഇസഡ് ബാറിന്റെ മോഡുലസ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ മോഡുലസും സെയിം ആയിരിക്കും. അതായത് 2+3i കോൺജുഗേറ്റ് എടുത്താലും 2-3i കോൺജുഗേറ്റ് എടുത്താലും സെയിം ആയിരിക്കും അല്ലെ. കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റും അതിന്റെ മോഡുലസിന്റെ കോൺജുഗേറ്റും സെയിം ആയിരിക്കും. ഇനി Z1 പ്ലസ് ഓർ മൈനസ് Z2 ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് ആയിരിക്കും. Z1 പ്ലസ് Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാലും Z1 മൈനസ് Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാലും അത് Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റ് ആണ്. പഠിച്ചു വെച്ചോളൂ. അടുത്ത രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഹോൾ കോൺജുഗേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കോൺജുഗേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. പിടികിട്ടിയോ? സെപ്പറേറ്റ് ആയിട്ട് കോൺജുഗേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഐഡിയ ഓക്കെ ആണോ മക്കളെ? ഐഡിയ ഓക്കെ ആണോ? ഇനി Z1 ബൈ Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് ബൈ Z2 കോൺജുഗേറ്റ് ആണ്. ഇനി Z കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z ആണ്. ഒരു പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന് ഒന്നുകൂടെ കോൺജുഗേറ്റ് എടുത്താൽ വീണ്ടും പഴയ കോംപ്ലക്സ് നമ്പർ തന്നെ തിരിച്ചു കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് 0 ആവണമെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ 0 ആയിരിക്കണം. 0 പ്ലസ് 0 ആയിരിക്കണം. ഇനി ഇത് ഇമ്പോർട്ടൻസ് സാധനമാണ്. Z1 പ്ലസ് ഓർ മൈനസ് Z2വിന്റെ മോഡുലസ് എല്ലായ്പ്പോഴും മോഡ് Z1 പ്ലസ് മോഡ് Z2വിനേക്കാളും ചെറുതായിരിക്കും. ചെറുതോ ഈക്വൽ ആവാം. ഓക്കെ, Z1 പ്ലസ് ഓർ മൈനസ് Z2വിന്റെ മോഡുലസ് എന്ന് പറയുന്നത് മോഡ് Z1ന്റെയും മോഡ് Z2വിന്റെയും മോഡുലസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ ചെറുതോ ഈക്വലോ ആവാം. ഇത്രയും ഐഡിയാസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ ഈ മോഡുലസ് എടുക്കുന്ന കേസിലൊക്കെ മോഡ് Z1 ഇൻറ്റു Z2 മോഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മോഡ് എടുക്കാം. മോഡ് Z1 ഇൻറ്റു മോഡ് Z. ഓക്കെ, ഇനി ഒരു ഡിവിഷൻ Z1 Z2 ബൈ Z3 ഇങ്ങനെയൊക്കെയുള്ള ഒരു കേസിൽ മോഡുലസ് എടുക്കാനായിട്ട് എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം മോഡലെല്ലാം ഗുണിച്ച് താഴെ ഹരിച്ച് കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തിക്കൊന്നും എടുക്കണ്ട. നേരെ ഓരോരുത്തർക്കും ഒന്ന് മോഡുലസ് കൊടുത്താൽ മതി. മോഡ് Z1 മോഡ് Z2 ബൈ മോഡ് Z3. ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണേ? ഇനി നമുക്ക് എന്ത് നോക്കാം? രണ്ട് സമ്മിശ്ര സംഖ്യകളെ എങ്ങനെ നമുക്ക് ഹരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. രണ്ട് സമ്മിശ്ര സംഖ്യകളുടെ ഹരണം. ഹൗ ക്യാൻ ബി ഡിവൈഡ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഹരിക്കാനായിട്ട് പറ്റും? ഓക്കെ, അതായത് A+IB ഡിവൈഡഡ് ബൈ C+ID. ഇതെങ്ങനെ ചെയ്യാം? അത് നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ C+ID ആണ്. അതിന്റെ കോൺജുഗേറ്റ് C-ID. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക C-ID, താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണേ? മുകളിൽ എന്ത് വരും? ഇനി ജസ്റ്റ് അറിയുന്ന കാര്യങ്ങളാണ്. A+IB ഇൻറ്റു C-ID, താഴെ C² പ്ലസ് D² വരും അല്ലെ. C+ID ഇൻറ്റു C-ID, C+ID ഇൻറ്റു C-ID, C² പ്ലസ് D². ഓക്കെ ആണല്ലോ? ഒരു 2+3i ഡിവൈഡഡ് ബൈ 4-2i. എക്സാമ്പിൾ നോക്കാം. എന്ത് വരും? 4+2i ബൈ 4+2i. 4-2iയുടെ കോൺജുഗേറ്റ് 4+2i. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്ത് വരും? 8+4i പ്ലസ് 12i മൈനസ് 6 അല്ലെ. പിടി കിട്ടിയോ? പ്ലസ് 6i² എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. പതുക്കെ നിങ്ങൾ സ്റ്റെപ്പ് കുറച്ചാൽ മതി. 24 2 4i 3 12i 23 6 i ഇൻറ്റു i² താഴെ 16+4 എന്നങ്ങ് എഴുതിക്കോട്ടെ, സമയം കളയണ്ടല്ലോ. A+IB ഇൻറ്റു A-IB, A² പ്ലസ് B². 4ന്റെ സ്ക്വയർ A പ്ലസ് 2ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, സോ 8 4iയും 12iയും കൂടെ കൂട്ടിയാൽ 16i, 6i² എന്ന് പറഞ്ഞാൽ -6. i² -1 ആണല്ലോ. ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 2 പ്ലസ്
16i ഡിവൈഡഡ് ബൈ 20. സ്പ്ലിറ്റ് ചെയ്താൽ 2/20 പ്ലസ് 16i/20. ഓക്കെ ആണേ. അതായത് 1/10 പ്ലസ് 8i/10. സോ 1/10 പ്ലസ് 4i/5. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? a+ib ഫോമിലേക്ക് കൊണ്ടുവരാം. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു കോംപ്ലക്സ് നമ്പറിനെ. ഇനി ഗുണന വിപരീതം. ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടത്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. ഫോർമുല നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3i. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ്. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3i. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 4 പ്ലസ് 9. മോഡ് ഇസഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ താഴെ ഒരു സ്ക്വയറും കൂടെ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ 2 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. ശരിയല്ലേ? സ്പ്ലിറ്റ് ചെയ്താൽ 2/13 പ്ലസ് 3i/13. സോ ഇതാണ് 2 മൈനസ് 3i എന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുത്താൽ മതി? ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് ഇസഡിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 8 മൈനസ് 2i പ്ലസ് 12i മൈനസ് 3i സ്ക്വയർ. 8 പ്ലസ് 10i പ്ലസ് 3 11 പ്ലസ് 10i. ക്ലിയർ ആണല്ലോ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണോ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. 2 മൈനസ് ചേർത്ത് പ്ലസ് 3. 8 3 11. 11 പ്ലസ് 10i. ക്ലിയർ ആണേ. സെറ്റാന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 1 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 2 മൈനസ് i എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കേവല വില എന്ന് പറഞ്ഞാൽ മോഡുലസ്. മോഡലും താഴെ സെപ്പറേറ്റ് മോഡുലസ് എടുത്താൽ മതി. മോഡ് 1 പ്ലസ് 2i ഡിവൈഡഡ് ബൈ മോഡ് 2 മൈനസ് i. ഇതെന്ത് വരും? റൂട്ട് 1 പ്ലസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് 4 പ്ലസ് 1. റൂട്ട് 5 ഡിവൈഡഡ് ബൈ റൂട്ട് 5. ആൻസർ എന്തായി? 1. ഓപ്ഷൻ സി 1 is the answer. ഓപ്ഷൻ സി 1 is the correct answer. ക്ലിയർ ആണല്ലോ മക്കളെ? വലിയ പ്രയാസമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു സമ്മിശ്ര സംഖ്യയുടെ കോൺജുഗേറ്റ് ആണ് 1/1 മൈനസ് i. അങ്ങനെയാണെങ്കിൽ ആ സമ്മിശ്ര സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ. ഇസഡ് ബാർ ആണ് തന്നിട്ടുള്ളത് 1/1 മൈനസ് i. അങ്ങനെയാണെങ്കിൽ ആ സമ്മിശ്ര സംഖ്യ ഏത്? ഇസഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എടുത്താൽ മതി. ഇസഡ് ബാർ ദ ഹോൾ ബാർ എടുത്തു കഴിഞ്ഞാൽ ഇസഡ് കിട്ടും. സോ ഇസഡ് ബാർ ദ ഹോൾ ബാർ. അപ്പം 1/1 മൈനസ് i ദ ഹോൾ ബാർ. 1ന്റെ ബാർ 1, 1 മൈനസ് ഐയുടെ ബാർ 1 പ്ലസ് i. സോ 1/1 പ്ലസ് i. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് i. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കിട്ടുക. 1/1 പ്ലസ് i ആണ് ആ സമ്മിശ്ര സംഖ്യയുടെ കോൺജുഗേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3i എന്ന സംഖ്യയുടെ കേവല വില എന്താണെന്നാണ് ചോദ്യം. കേവല വില എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ്. മോഡുലസ് ഓഫ് 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3i. ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡിലും താഴെയും സെപ്പറേറ്റ് മോഡ് എടുക്കാം അല്ലെ. മോഡ് 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ മോഡ് 1 പ്ലസ് 3i. റൂട്ട് 9 പ്ലസ് 16 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് 9
റൂട്ട് 25 ഡിവൈഡഡ് ബൈ റൂട്ട് 10 റൂട്ട് ഓഫ് 25 ബൈ 10 റൂട്ട് ഓഫ് 5 ബൈ 2. ഓക്കെ, i 5 25 ഈ 5 10 റൂട്ട് ഓഫ് 5/2 ആണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. 3 - 4i × 1 + 2i എന്ന സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്താണ്? രേഖീയ ഭാഗം കണ്ടുപിടിക്കാനാണ് ചോദ്യം. രേഖീയ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട്. ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അത് ഇത് എക്സ്പാൻഡ് ചെയ്യാം. 3 - 4i × 1 + 2i ഓപ്പൺ ചെയ്താൽ 3 - 6i - 4i - 8i². 3 - 10i + 8 11 - 10i റിയൽ പാർട്ട് 11. ക്ലിയർ ആണല്ലോ. സെറ്റ് അല്ലേ മക്കളെ? 11 വരും എന്ത്? റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് ആയിരുന്നെങ്കിൽ -10 വന്നേനെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. i² + i³ + i⁴ എക്സെട്ര i�98 കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, i + i² + i³ + i⁴ വരെ വന്ന 0 ആണ്. അങ്ങനെ i⁵ എക്സെട്ര പോയി i⁴100. 100 എന്ന് പറഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 100 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ വരെ കൂട്ടിയ 0 കിട്ടും എന്നറിയാം. 4 വെച്ച് പെയർ ചെയ്ത് 0 ആക്കി പോയാൽ i⁴100 വരെ എന്തായാലും 0 കിട്ടും. നമുക്കിനി വേണ്ട ആൾക്കാരെ മാത്രം ഒന്ന് എഴുതിക്കോളൂ. നമുക്ക് i² i³ i⁴ അങ്ങനെ പോയി i�98 വരെ മതി നമുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു i ഒറ്റയ്ക്ക് നിപ്പുണ്ടാവും, അത് ഇപ്പുറത്തെടുക്കാം. -i i�90 100ന്റെ ഇപ്പുറത്ത് രണ്ടുപേരുണ്ടാവുമല്ലോ. ഒരു 99 ഉണ്ടാവും, അത് ഇപ്പുറം എടുക്കുക. i�99 i⁴100 നേരെ ഇപ്പുറം എടുക്കുക. അപ്പൊ നമുക്ക് വേണ്ട സമ്മായി ശരിയല്ലേ? ഈ 3 പേരെ ഇപ്പുറം കൊണ്ടുപോയാൽ മതിയല്ലോ. 3 പേരെ ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമ്മായില്ലേ? i�98 കഴിഞ്ഞാൽ ഒരു i�99 ഉണ്ടാവും, ഒരു i⁴100 ഉണ്ടാവും. i അപ്പുറം കൊണ്ടുപോയി i�99 അപ്പുറം i⁴100 ഇപ്പുറം. സോ -i i�99 നമുക്ക് എങ്ങനെ എഴുതാം? i�99 ഇപ്പുറത്ത് 4ന്റെ മൾട്ടിപ്പിൾ 96 × i³ എന്ന് എഴുതാം. ഓക്കെ, i�96 × i³. 96 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 24 ഇഷ്ടം 16 16. ഓക്കെ, i⁴100 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 ആണ്. i⁴n എന്ന് പറഞ്ഞാൽ 1 ആണ്. i�96 1 ആവും. -i i³ എന്ന് പറഞ്ഞാൽ എന്താണ്? i² × i ആണ്. i² - 1 × i എന്ന് പറഞ്ഞാൽ -i. അപ്പൊ i³ - i ആവും, -1. ഓക്കെ, സോ i - i + i -1 -i + i ക്യാൻസർ. ആൻസർ എന്തായി? -1 ആയി ആൻസർ. സോ ഓപ്ഷൻ ഡി -1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ശരിയല്ലേ? -i + i ആൻസർ എന്താണ്? -i + i -1 ആൻസർ എന്ത് വരും? -1. ഓക്കെ, ഇനി ആർഗന്റ് തലം അഥവാ സമ്മിശ്ര തലം. ആർഗന്റ് പ്ലെയിൻ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഹൗ ക്യാൻ വി റെപ്രസെന്റ് എ കോംപ്ലക്സ് നമ്പർ ഇൻ ആർഗന്റ് പ്ലെയിൻ എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ളത്. z = a + ib എന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് a, b. കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ടു എ കോംപ്ലക്സ് നമ്പർ ഈസ് a, b. ഓക്കെ, അപ്പൊ -2 + 3i എന്ന കോംപ്ലക്സ് നമ്പറിനെ ആർഗന്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ -2 3 എന്നുള്ള പോയിന്റ്. 2 + 4i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പറിനെ ഏതാണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 0 + 1i എന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ ഏതാണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. -5 - 2i എന്ന കോംപ്ലക്സ് നമ്പറിനെ ഏതാണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. i - 1 - 2i എന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഏതാണ്ട് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ആർഗന്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. ആർഗന്റ് പ്ലെയിൻ എന്ന് പറയുന്നത് അതിലെ y കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത് ഇമാജിനറി ആക്സിസ് ആണ്. 2 ആക്സിസുകളും ഉണ്ട്. ഇത് റിയൽ ആക്സിസ്. ആർഗന്റ് പ്ലെയിനിൽ x ആക്സിസ് എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസ് ആണ്. y ആക്സിസിനെ കോൺജുഗേറ്റ് ആക്സിസ് എന്ന് വിളിക്കാറുണ്ട്.
അല്ലെങ്കിൽ നമുക്ക് y ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കാം. ഇമാജിനറി ആക്സിസ് ആണ് y ആക്സിസ്. റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ നമ്മൾ അതിനെ ആർഗന്റ് പ്ലെയിനിൽ കാണിക്കുന്നത്. ഇതേപോലെ കോംപ്ലക്സ് നമ്പർ ഒരു a+ib കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിൽ വരും എന്ന് അറിയാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വാഡ്രന്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ക്വാഡ്രന്റ് നമ്പർ ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 2+4i എന്ന കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, -2 + 3i സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, -5 - 2i തേർഡ് ക്വാഡ്രന്റിലാണ്, 1 - 2i ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഓക്കെ, അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റണം. എന്ത് കണ്ടുപിടിക്കാൻ? ആ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് അത് ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ വേണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഡയറക്റ്റ് തീറ്റയും, ബാക്കിയുള്ള ഏതെങ്കിലും ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ കിട്ടുന്നതെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് അഥവാ ആംഗിൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡമ്മി തീറ്റ അഥവാ ഡ്യൂക്ക് തീറ്റ ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് റിയൽ തീറ്റയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഓരോ ക്വാഡ്രന്റിലും ഓരോ ഫോർമുല ഉണ്ട്. തീറ്റ, π - തീറ്റ, π + തീറ്റ, 2π - തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് പഠിക്കും. അപ്പൊ നമുക്ക് അത് പോളാർ ഫോം റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അണ്ടിൽ ദെൻ, ബൈ ബൈ.